പാനൂർ മുളിയാത്തോട് നിന്ന് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. 2024 ഏപ്രിലിൽ ഒരാൾ കൊല്ലപ്പെട്ട സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. നീതു ചേരുന്നുണ്ട് സംഭവസ്ഥലത്ത് നിന്നും വിവരങ്ങളുമായി. നീതു, സമാധാന പ്രേമികളെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പാനൂരിൽ നിന്ന് വരുന്നത്. ഈ കണ്ടെടുത്ത ബോംബുകൾ പഴക്കം ചെന്നവയാണോ അതോ അടുത്ത കാലത്ത് നിർമ്മിച്ചവയാണോ? പോലീസ് പറയുന്നത് എന്താണ്? അർജുൻ, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെയെല്ലാം തന്നെ ഏറെ ആശങ്കയിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ പാനൂർ മുളിയാത്തോട് നിന്നാണ് ഒരു ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. ഈ സ്ഥലം ഇവിടെ നിന്ന് തേങ്ങ പറിക്കുന്നതിനും മറ്റുമായി തൊഴിലാളികളോടൊപ്പം എത്തിയതായിരുന്നു. ഇതിനിടെയാണ് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് 2 സ്റ്റീൽ ബോംബുകൾ ഇവർ കണ്ടത്. ഉടൻ തന്നെ ഇവർ വിവരം പാനൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസും ഇതിനുശേഷം പോലീസ് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിശോധനകളെല്ലാം തന്നെ നടന്നിരിക്കുകയാണ്. ഇതിന് എത്രത്തോളം പഴക്കമുണ്ട്, അതുപോലെ തന്നെ ഈ സമീപകാലത്ത് നിർമ്മിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പോലീസും ബോംബ് സ്ക്വാഡും ഇത് സംബന്ധിച്ച പരിശോധനകളും നടത്തി വരികയാണ്. ഇതിൽ കഴിഞ്ഞ 2024 ഏപ്രിലിൽ പാനൂർ മുളിയാത്തോട് ഒരാൾ മരണപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ബോംബ് സ്ഫോടനം നടന്ന ആ ഒരു സ്ഥലത്തിന് ഈ ഒരു ആള് അന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന്റെ ടെറസിൽ നിന്നായിരുന്നു ഇത്തരമൊരു സ്ഫോടനം ഉണ്ടായത്. ഈ ഒരു സ്ഥലത്തിന് അടുത്ത പറമ്പിൽ നിന്ന് തന്നെയാണ് ഈ ബോംബുകൾ കണ്ടെത്തിയത്. ഇതും ഈ ഒരു പ്രദേശവാസികളെല്ലാം തന്നെ ഇത് ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ ഏപ്രിൽ സ്ഫോടനം നടന്നതിന് ശേഷവും ഈ ഒരു മേഖലയിൽ സമാനമായ രീതിയിൽ ചെറിയ തരത്തിലുള്ള നിരവധി സ്ഫോടനങ്ങളും ബോംബുകൾ കണ്ടെടുക്കുകയും ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഏപ്രിൽ 2024 ഡിസംബർ 5-ന് ഇതിന് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് ചെണ്ടയാട് കുന്നുമ്മൽ കണ്ടുകാലിൽ ഈ ഒരു റോഡിൽ സ്ഫോടനം നടക്കുകയും അതുപോലെ തന്നെ ഈ റോഡ് ഉൾപ്പെടെ കുഴി വീഴുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന്റെ പരിശോധനയിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ഈ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മറ്റ് ചെറിയ തോതിലുള്ള സ്ഫോടനം സംഭവങ്ങളൊന്നും തന്നെ ഈ ഒരു മേഖലയിൽ നടന്നിട്ടില്ലായിരുന്നു. ഈ 2024 സ്ഫോടനം ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കുൾപ്പെടെ ഇടയാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സമാധാന ചർച്ചകൾ ഉൾപ്പെടെ നടന്ന ഈ ഒരു പ്രദേശം ശാന്തതയിലും സമാധാനത്തിലേക്കും നീങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ഏവരെയും ആശങ്കയിലാഴ്ത്തി ഈ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 2 സ്റ്റീൽ ബോംബുകൾ എത്തിയത്. നിലവിൽ പോലീസിന്റെയും അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ ഒരു മേഖലയിൽ പരിശോധന നടത്തി വരികയാണ്. പോലീസിനെയും ഈ ഒരു മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അർജുൻ.